കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സൗരസഹോദരന്മാർക്കും സ്നേഹവന്ദനം. സൗരസഹോദരന്മാരെ, ഇന്ന് ഞാൻ ഒരല്പസമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവർ അഥവാ വിശ്വാസികൾ അഥവാ പെന്തക്കോസ്തുകാർ, ആ പെന്തക്കോസ്തുകാർ അവരുടെ കുട്ടികൾ, അത് രക്ഷിക്കപ്പെട്ടവരുടെ കുട്ടികൾ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രക്ഷിക്കപ്പെട്ട ഭാര്യയും ഭർത്താവും ദൈവസഭയുടെ അംഗമാണ്. അപ്പോൾ അവർ തിരുവത്താഴം കഴിക്കുന്നു, അതിൽ പങ്കെടുക്കുന്നു. പക്ഷെ അവരിൽ നിന്ന് ജനിക്കുന്ന കൊച്ചിന് തിരുവത്താഴത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയില്ല. എന്നാൽ ആ കൊച്ച്, അതായത് ഭർത്താവും ഭാര്യയും രക്ഷിക്കപ്പെട്ടതാണ്. ആ രക്ഷിക്കപ്പെട്ട ഭാര്യയും രക്ഷിക്കപ്പെട്ട ഭർത്താവും വിശുദ്ധരാണ് എന്ന് വേദവസ്തം പറയുന്നു. അപ്പോൾ വിശുദ്ധയായ ഭാര്യയുടെയും വിശുദ്ധനായ ഭർത്താവിൻ്റെയും ജനിക്കുന്ന കുഞ്ഞും വിശുദ്ധനാണ്, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. ഞാനൊരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 14-ാം വാക്യമാണ്. ഇവിടെ പറയുന്നത്, ഒരു അവിശ്വാസിയായ ഭാര്യയും വിശ്വാസിയായ ഭർത്താവും, അല്ലെങ്കിൽ വിശ്വാസിയായ ഭാര്യയും അവിശ്വാസിയായ ഭർത്താവും, അവരിൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭാര്യ വിശ്വാസിയും ഭർത്താവ് അവിശ്വാസിയുമാണെങ്കിൽ, അതായത് ഭാര്യ രക്ഷിക്കപ്പെട്ടു ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അവരിൽ ജനിക്കുന്ന കുട്ടി വിശുദ്ധീകരിക്കപ്പെട്ടതാണ് എന്നാണ്, അല്ലെങ്കിൽ അവർ വിശുദ്ധരാണ് എന്നാണ് വേദവസ്തം പറയുന്നത്. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്നു വരും, ഇപ്പോഴോ അവർ വിശുദ്ധർ ആകുന്നു. അതായത് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയും രക്ഷിക്കപ്പെടാത്ത ഒരു സഹോദരനും വിവാഹം കഴിച്ച് അവരുടെ കുട്ടി, ജനിക്കുന്ന കുട്ടി വിശുദ്ധരാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഭാര്യയും രക്ഷിക്കപ്പെട്ട ഭർത്താവും അവരിൽ ജനിക്കുന്ന കുട്ടി തീർച്ചയായിട്ടും വിശുദ്ധരാണ്. പക്ഷെ അവർ വിശുദ്ധരായിട്ടും അവർ ദൈവസഭയുടെ അംഗങ്ങളായ 2 പേർക്ക് ജനിച്ചവരായിട്ടും ആ കുട്ടികൾക്ക് കർത്തൃമേശ കൊടുക്കുന്നില്ല, അഥവാ തിരുവത്താഴം കൊടുക്കുന്നില്ല. അതെന്താണെന്നാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ചിലർ എന്നോട് ആ കാര്യം ചോദിച്ചിട്ടുണ്ട്. ചില അപൂർവം ചിലയിടത്തൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കർത്തൃമേശ കൊടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് കർത്തൃമേശ കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വിശുദ്ധരായതുകൊണ്ട് അവർക്ക് കർത്തൃമേശ കൊടുക്കാൻ കഴിയത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ കർത്തൃമേശ എടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് വിശുദ്ധിയല്ല എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്തൃമേശ എടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്, അപ്പം നുറുക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തോടുള്ള കൂട്ടായ്മ കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും, സഭയിലെ അംഗമായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഭാര്യയും ഭർത്താവിനും ഉണ്ടാകുന്ന കുട്ടി, ഭാര്യയിലും ഭർത്താവും വിശുദ്ധരായി അവരിൽ ജനിച്ചു എന്നതുകൊണ്ട് ആ കൊച്ച് രക്ഷിക്കപ്പെട്ടിട്ടില്ല, ആ കൊച്ച് സഭയോട് ചേർന്നിട്ടില്ല, സഭയുടെ അംഗമായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കൊച്ച് രക്ഷിക്കപ്പെടണം.
ആ കൊച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുകയും യേശു എൻ്റെ കർത്താവാണെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ആ യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിച്ചിട്ട് ആ കുട്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ആ രക്ഷിക്കപ്പെട്ട കുട്ടിയെ സഭയുടെ അംഗമാക്കും, സഭയോട് ചേർക്കും. അപ്പം രക്ഷിക്കപ്പെട്ടവരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് രക്ഷിക്കപ്പെടുകയില്ല. അവൻ വ്യക്തിപരമായിട്ട് യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം അവൻ സ്നാനമേറ്റ് സഭയോട് ചേരുകയും ചെയ്തെങ്കിൽ മാത്രമേ അവന് കർത്തൃമേശ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അവൻ ജന്മം കൊണ്ട് വിശുദ്ധനാണ്, പക്ഷേ അവന് കർത്തൃമേശ എടുക്കാൻ യോഗ്യതയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കർത്തൃമേശ അത് അപ്പം നുറുക്കൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ ഈ പൈതൽ അല്ലെങ്കിൽ ഈ കുട്ടി കർത്താവിൻ്റെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചടങ്ങ് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ശുശ്രൂഷ, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരവയവമായി തീരുന്ന, കർത്താവിൻ്റെ സഭയുടെ ഒരംഗമായി തീരുന്ന ശുശ്രൂഷ ആ കുട്ടി ചെയ്യാത്തിടത്തോളം കാലം ആ കുട്ടി വിശുദ്ധനാണെങ്കിലും ആ കുട്ടിക്ക് കർത്തൃമേശ അനുഭവിക്കാൻ പറ്റത്തില്ല. കാരണം രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അപ്പൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മകൻ രക്ഷിക്കപ്പെടില്ല, അമ്മ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മകൻ രക്ഷിക്കപ്പെടത്തില്ല. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമായതുകൊണ്ട് ഒരു വിശുദ്ധരുടെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ച് അവൻ വിശുദ്ധനായിരുന്നാലും അവൻ രക്ഷ സ്വന്തമാക്കാത്ത ആ കാലത്തോളം അവന് രക്ഷിക്കപ്പെട്ടവർ സഭയുടെ അംഗമായി തീർന്നവർ ചെയ്യുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള അനുവാദമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസികൾക്കുണ്ടാകുന്ന കുട്ടിക്ക് എന്തുകൊണ്ട് കർത്തൃമേശ അനുഭവിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അതിന് യോഗ്യതയില്ല എന്നുള്ള ചോദ്യം ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞത്. അതായത് കർത്തൃമേശ എടുക്കുന്നതിന് യോഗ്യത വിശുദ്ധനാണ് എന്നുള്ളത് കൊണ്ടല്ല. ജനിക്കുന്ന കുട്ടി വിശുദ്ധനാണല്ലോ, പക്ഷേ വിശുദ്ധനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവന് കർത്തൃമേശ അനുഭവിക്കാൻ സാധ്യമല്ല. അവൻ കർത്തൃമേശ അനുഭവിക്കണമെങ്കിൽ ഒന്നാമത് രക്ഷിക്കപ്പെടണം, രണ്ടാമത് അവൻ സ്നാനപ്പെടണം, അവൻ സഭയോട് ചേരണം. അങ്ങനെ സഭയോട് ചേർന്നിട്ട് സഭയുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ കൂട്ടായ്മ കാണിക്കുന്ന കർത്തൃമേശ പങ്കെടുക്കാനുള്ള യോഗ്യത അന്നേരം മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ പ്രായം വിഷയമല്ല. ആ കുട്ടിക്ക് 10 വയസ്സോ 5 വയസ്സോ 8 വയസ്സോ 15 വയസ്സോ 13 വയസ്സോ എത്ര വയസ്സല്ല വിഷയം. ആ കുട്ടിക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, അവൻ വായ് കൊണ്ട് ഏറ്റുപറയുവാൻ, അവൻ യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ അവൻ എപ്പോൾ തയ്യാറാകുന്നുവോ, ആ പ്രായം എന്തായാലും അവൻ തയ്യാറാകുന്നത് എപ്പോഴാണോ അങ്ങനെ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേരുന്ന ആ സമയം മുതൽ അവൻ തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ യോഗ്യനാണ് എന്നുള്ളതാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് തിരുവത്താഴത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത വിശുദ്ധിയാണ്, പാപമൊന്നും ചെയ്യാതെ തെറ്റൊന്നും ചെയ്യാതെ വളരെ ക്ലിയറായിട്ട് വന്ന് കർത്തൃമേശ എടുക്കണമെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള കൊച്ചിന്, അതായത് ഈ കൊച്ച് ജനിച്ചു കഴിയുമ്പോൾ അത് വളരെ ക്ലിയറാണല്ലോ, അപ്പോൾ ആ കൊച്ചിന് പോലും കർത്തൃമേശ കൊടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം വളരെ ക്ലിയർ ആയിരിക്കുന്നവർക്ക് കർത്തൃമേശ കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായിരിക്കുന്ന വ്യക്തിക്ക് കർത്തൃമേശ കൊടുക്കുക എന്നുള്ളതാണ് വേദപുസ്തകം നിർദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കർത്തൃമേശ എടുക്കാനുള്ള യോഗ്യത ഒരു ക്ലിയറായ ഒരു വിശുദ്ധനായ മനുഷ്യനായിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവൻ കർത്താവിനെ എൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ടവനും കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിച്ച് സ്നാനപ്പെട്ടവനും കർത്താവിനാൽ ദൈവസഭയോട് ചേർക്കപ്പെട്ടവനുമായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അവൻ്റെ പ്രായം എന്തുമായിക്കോട്ടെ, ആ വ്യക്തിക്ക് മാത്രമേ
തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാനുള്ള യോഗ്യതയുള്ളൂ. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.